ഡിയർ ഫ്രണ്ട്സ് നമ്മൾ നോക്കി നോക്കാം അല്ലേ. നമുക്ക് രാത്രി ഭക്ഷണം ഉണ്ടാക്കണ്ട, നമുക്ക് പിസ്സ കഴിക്കാം, നമുക്ക് കാറിൽ ഇരിക്കണ്ട, അതുപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് പോകണ്ട, നമുക്ക് പാർക്കിൽ പോകാം, അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ മലയാളത്തിൽ അനവധി തവണ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. പക്ഷെ ഇതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമുക്ക് അറിയാത്തതല്ലേ. എന്നാൽ വളരെ സിമ്പിൾ ആയി നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് ഒന്ന് കണ്ടെത്താൻ നോക്കിയാലോ. നോക്കി നോക്കാം അല്ലേ. നമുക്ക് രാത്രി ഭക്ഷണം ഉണ്ടാക്കണ്ട, നമുക്ക് പിസ്സ കഴിക്കാം, നമുക്ക് കാറിൽ ഇരിക്കണ്ട, നമുക്ക് പുറത്തേക്ക് പോകണ്ട, അതുപോലെ തന്നെ നമുക്ക് പാർട്ടിക്ക് പോകാം, അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നോക്കി നോക്കാം അല്ലെ. ഇതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ വരും, ഇതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ വരിക എന്നുള്ളത് നോക്കി നോക്കാം അല്ലെ. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ട, ലെറ്റ്സ് നോട്ട് കുക്ക് ഡിന്നർ ടുനൈറ്റ്. എന്താണ് ലെറ്റ്സ് നോട്ട് കുക്ക് ഡിന്നർ ടുനൈറ്റ്? എന്താണ് ഒന്നുകൂടെ നോക്കാം. നമുക്ക് രാത്രി ഭക്ഷണം ഉണ്ടാക്കണ്ട, ലെറ്റ്സ് നോട്ട് കുക്ക് ഡിന്നർ ടുനൈറ്റ്. നമുക്ക് പിസ്സ കഴിക്കാം, ലെറ്റ്സ് ഈറ്റ് പിസ്സ. എന്താണ് ലെറ്റ്സ് ഈറ്റ് പിസ്സ. നമുക്ക് കാറിൽ ഇരിക്കണ്ട, ലെറ്റ്സ് നോട്ട് സിറ്റ് ഇൻ ദ കാർ. എന്താണ് നമുക്ക് കാറിൽ ഇരിക്കണ്ട, ലെറ്റ്സ് നോട്ട് സിറ്റ് ഇൻ ദ കാർ. നമുക്ക് പുറത്തേക്ക് പോകണ്ട, നമുക്ക് പുറത്തേക്ക് പോകണ്ട, നമുക്ക് പുറത്ത് പോകണ്ട, ലെറ്റ്സ് നോട്ട് ഗോ ഔട്ട്. എന്താണ് നമുക്ക് പുറത്ത് പോകണ്ട, ലെറ്റ്സ് നോട്ട് ഗോ ഔട്ട്. നമുക്ക് പാർട്ടിക്ക് പോകാം, എന്താണ് നമുക്ക് പാർട്ടിക്ക് പോകാം, ലെറ്റ്സ് ഗോ ഫോർ എ ലെറ്റ്സ് ഗോ ഫോർ എ പാർട്ടി. എന്താണ് ലെറ്റ്സ് ഗോ ഫോർ എ പാർട്ടി. നമുക്ക് ഒരുമിച്ച് കഴിക്കാം, നമുക്ക് ഒരുമിച്ച് കഴിക്കാം, ലെറ്റ്സ് ഈറ്റ് ടുഗദർ. ലെറ്റ്സ് ഈറ്റ് ടുഗദർ. കണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ. ഒന്നുകൂടെ നോക്കി നോക്കാം അല്ലെ. നമുക്ക് രാത്രി ഭക്ഷണം ഉണ്ടാക്കണ്ട, ലെറ്റ്സ് നോട്ട് കുക്ക് ഡിന്നർ ടുനൈറ്റ്. നമുക്ക് പിസ്സ കഴിക്കാം, ലെറ്റ്സ് ഈറ്റ് പിസ്സ. നമുക്ക് കാറിൽ ഇരിക്കണ്ട, ലെറ്റ്സ് നോട്ട് സിറ്റ് ഇൻ ദ കാർ. നമുക്ക് പുറത്ത് പോകണ്ട, ലെറ്റ്സ് നോട്ട് ഗോ ഔട്ട്. ലെറ്റ്സ് നോട്ട് ഗോ ഔട്ട്. നമുക്ക് പാർട്ടിക്ക് പോകാം, ലെറ്റ്സ് ഗോ ഫോർ എ പാർട്ടി. നമുക്ക് ഒരുമിച്ച് കഴിക്കാം, ലെറ്റ്സ് ഈറ്റ് ടുഗദർ. കണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ. അപ്പൊ പലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ട് കഴിയില്ല, ഇനി ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുക, ഇനി ഞാൻ ആരോട് ചോദിച്ചാണ് ഇംഗ്ലീഷ് പഠിക്കുക, എനിക്ക് ഇനി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുമോ എന്നതൊക്കെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ സംശയങ്ങൾ അല്ലേ. മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊക്കെ വളരെ സിമ്പിൾ ആയി നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുവാനും അതുപോലെ തന്നെ ഫ്ലുവന്റ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാനും സാധിക്കും. ഇതുപോലെ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാതെ തന്നെ നമുക്ക് താനെ ഇംഗ്ലീഷ് വന്നു ചേരും. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊരു 3-4 എക്സാംസ് കൂടെ നോക്കി നോക്കാം അല്ലേ. നമുക്ക് പുറത്തു പോകാം, നമുക്ക് തിരിച്ചു പോകാം, നമുക്ക് അവിടെ ഇരിക്കാം, അതുപോലെ തന്നെ നമുക്ക് പാർക്കിൽ പോകാം, നമുക്ക് സിനിമയ്ക്ക് പോകാം, നമുക്ക് പുറത്ത് പോകേണ്ട, വളരെ ഇരുട്ടാണ് എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. പക്ഷെ ഇതിന്റെ ഇംഗ്ലീഷ് ആണ് നമുക്ക് അറിയാത്തതല്ലേ. ഇതിന്റെ ഇംഗ്ലീഷ് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. നോക്കി നോക്കുക. നമുക്ക് പുറത്ത് പോകാം, ലെറ്റ്സ് ഗോ ഔട്ട്. എന്താണ് നമുക്ക് പുറത്ത് പോകാം, ലെറ്റ്സ് ഗോ ഔട്ട്. നമുക്ക് തിരിച്ചു പോകാം, ലെറ്റ്സ് ഗോ ബാക്ക്. ലെറ്റ്സ് ഗോ ബാക്ക്. നമുക്ക് അവിടെ ഇരിക്കാം, ലെറ്റ്സ് സിറ്റ് ദേർ. നമുക്ക് പാർക്കിൽ പോകാം, ലെറ്റ്സ് ഗോ ടു ദ പാർക്ക്. ലെറ്റ്സ് ഗോ ടു ദ പാർക്ക്. നമുക്ക് സിനിമയ്ക്ക് പോകാം, ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. നമുക്ക് പുറത്ത് പോകേണ്ട, വളരെ ഇരുട്ടാണ്, ലെറ്റ്സ് നോട്ട് ഗോ ഔട്ട് സൈഡ്. ലെറ്റ്സ് നോട്ട് ഗോ ഔട്ട് സൈഡ്, ഇറ്റ്സ് ടു ഡാർക്ക്. എന്താണ് ഇരുട്ടിന് എന്താണ് വളരെ ഇരുട്ടാണ്, ഇറ്റ്സ് ടു ഡാർക്ക്. ഒന്നുകൂടെ നോക്കി നോക്കാം. നമുക്ക് പുറത്ത് പോകാം, ലെറ്റ്സ് ഗോ ഔട്ട്. എന്താണ് ലെറ്റ്സ് ഗോ ഔട്ട്. നമുക്ക് തിരിച്ചു പോകാം, ലെറ്റ്സ് ഗോ ബാക്ക്. ലെറ്റ്സ് ഗോ ബാക്ക്. നമുക്ക് അവിടെ ഇരിക്കാം, ലെറ്റ്സ് സിറ്റ് ദേർ. ലെറ്റ്സ് സിറ്റ് ദേർ. നമുക്ക് പാർക്കിൽ പോകാം, ലെറ്റ്സ് ഗോ ടു ദ പാർക്ക്. ലെറ്റ്സ് ഗോ ടു ദ പാർക്ക്. നമുക്ക് സിനിമയ്ക്ക് പോകാം, ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. എന്താണ് ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. നമുക്ക് പുറത്ത് പോകേണ്ട, വളരെ ഇരുട്ടാണ്, ലെറ്റ്സ് നോട്ട് ഗോ ഔട്ട് സൈഡ്, ഇറ്റ്സ് ടു ഡാർക്ക്. എന്താണ് ലെറ്റ്സ് നോട്ട് ഗോ ഔട്ട് സൈഡ്, ഇറ്റ്സ് ടു ഡാർക്ക് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ. ഇനി നമുക്ക് 3-4 എക്സാംപിൾസ് നോക്കി നോക്കാം അല്ലേ. നമുക്ക് ഡാൻസ് ഫ്ലോറിൽ നൃത്തം കളിക്കാം, നമുക്ക് എപ്പോഴെങ്കിലും പുറത്തു പോകാം, നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കണ്ട,
നമ്മൾ വീണ്ടും താക്കോലുകൾ മറക്കരുത്. നമുക്ക് ശബ്ദം ഉണ്ടാക്കേണ്ട അച്ഛൻ ഉറങ്ങുകയാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ടാക്സിക്ക് പോകാം എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. ഇതിന്റെ ഇംഗ്ലീഷ് വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ ഒന്ന് നോക്കി നോക്ക് അല്ലേ. നമുക്ക് ഡാൻസ് ഫ്ലോറിൽ നൃത്തം കളിക്കാം. ലെറ്റ്സ് ഡാൻസ് ഓൺ ദ ഡാൻസ് ഫ്ലോർ. എന്താണ്? ലെറ്റ്സ് ഡാൻസ് ഓൺ ദ ഡാൻസ് ഫ്ലോർ. നമുക്ക് എപ്പോഴെങ്കിലും പുറത്തു പോകാം. ലെറ്റ്സ് ഗോ ഔട്ട് സംടൈം. എന്താണ്? എപ്പോഴെങ്കിലും സംടൈം. ലെറ്റ്സ് ഗോ ഔട്ട് സംടൈം. നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കേണ്ട. ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ വീണ്ടും താക്കോലുകൾ മറക്കരുത്. ലെറ്റ്സ് നോട്ട് ഫോർഗെറ്റ്. മറക്കരുത്, ഫോർഗെറ്റ്. ലെറ്റ്സ് നോട്ട് ഫോർഗെറ്റ്. നമ്മൾ മറക്കരുത്. ദ കീസ് അഗൈൻ. ലെറ്റ്സ് നോട്ട് ഫോർഗെറ്റ് ദ കീസ് അഗൈൻ. നമുക്ക് ശബ്ദം ഉണ്ടാക്കേണ്ട അച്ഛൻ ഉറങ്ങുകയാണ്. ലെറ്റ്സ് നോട്ട് മേക്ക് എനി നോയ്സ് ഡാഡ് ഈസ് സ്ലീപ്പിംഗ്. എന്താണ്? ലെറ്റ്സ് നോട്ട് മേക്ക് എനി നോയ്സ് ഡാഡ് ഈസ് സ്ലീപ്പിംഗ്. നമുക്ക് ശബ്ദം ഉണ്ടാക്കേണ്ട അച്ഛൻ ഉറങ്ങുകയാണ്. ലെറ്റ്സ് നോട്ട് മേക്ക് എനി നോയ്സ് ഡാഡ് ഈസ് സ്ലീപ്പിംഗ്. നമുക്ക് വീട്ടിൽ ടാക്സിക്ക് പോകാം. ലെറ്റ്സ് ടേക്ക് എ ടാക്സി ആൻഡ് ഗോ ഹോം. ലെറ്റ്സ് ടേക്ക് എ ടാക്സി ആൻഡ് ഗോ ഹോം. നമുക്ക് ഡാൻസ് ഫ്ലോറിൽ നൃത്തം കളിക്കാം. ലെറ്റ്സ് ഡാൻസ് ഓൺ ദ ഡാൻസ് ഫ്ലോർ. നമുക്ക് എപ്പോഴെങ്കിലും പുറത്തു പോകാം. ലെറ്റ്സ് ഗോ ഔട്ട് സംടൈം. നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കണ്ട. ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ വീണ്ടും താക്കോലുകൾ മറക്കരുത്. ലെറ്റ്സ് നോട്ട് ഫോർഗെറ്റ് ദ കീസ് അഗൈൻ. നമുക്ക് ശബ്ദം ഉണ്ടാക്കേണ്ട അച്ഛൻ ഉറങ്ങുകയാണ്. ലെറ്റ്സ് നോട്ട് മേക്ക് എനി നോയ്സ് ഡാഡ് ഈസ് സ്ലീപ്പിംഗ്. നമുക്ക് വീട്ടിൽ ടാക്സിക്ക് പോകാം. ലെറ്റ്സ് ടേക്ക് എ ടാക്സി ആൻഡ് ഗോ ഹോം. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഇനി നമുക്ക് ചെറിയൊരു സംശയം കൂടെ നമ്മൾ തീർക്കല്ലേ. നമുക്ക് ഇതിലുള്ള ചെറിയൊരു സംശയം കൂടെ ഉണ്ട്, അത് കംപ്ലീറ്റ് നമുക്കൊന്ന് തീർക്കല്ലേ. എന്താണ്? ലെറ്റ്സ് എന്ന് പറയുന്നത് ലെറ്റേഴ്സിന്റെ ചുരുക്കമാണ്. ലെറ്റ്സ് എന്ന് പറയുന്നത്, ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാണ്. എന്താണ്? ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നുള്ളതാണ്. അപ്പൊ ലെറ്റ്സ് എന്നുള്ളത് എന്താ പറയാ, ലെറ്റേഴ്സിന്റെ ചുരുക്കമാണ്. ഫോർ എക്സാമ്പിൾ, ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക്. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സിറ്റ് ഹിയർ. നമുക്ക് ഇവിടെ ഇരിക്കാം. ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ. നമുക്ക് ഫുട്ബോൾ കളിക്കാം. ലെറ്റ്സ് റീഡ് എനി ബുക്സ്. നമുക്ക് ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കാം. റീഡ് എനി ബുക്സ്. ലെറ്റ്സ് സ്ലീപ്പ് ദർ. നമുക്ക് അവിടെ ഉറങ്ങാം. ലെറ്റ്സ് സ്റ്റഡി ഇംഗ്ലീഷ്. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ലെറ്റ്സ് വാക്ക് അല്ലെങ്കിൽ ലെറ്റ്സ് ഡ്രിങ്ക് അല്ലെങ്കിൽ ലെറ്റ്സ് ടോക്ക്. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഒന്നുകൂടെ നോക്കാം. ലെറ്റ്സ് എന്നത് ലെറ്റേഴ്സിന്റെ ചുരുക്കം. എന്താണ്? ലെറ്റേഴ്സിന്റെ ചുരുക്കം എന്ത്? ലെറ്റ്സ്. അപ്പൊ ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാം. ലെറ്റ്സ് സിറ്റ്. നമുക്ക് ഇരിക്കാം. ലെറ്റ്സ് പ്ലേ. നമുക്ക് കളിക്കാം. ലെറ്റ്സ് റീഡ്. നമുക്ക് വായിക്കാം. ലെറ്റ്സ് സ്ലീപ്പ്. നമുക്ക് ഉറങ്ങാം. ലെറ്റ്സ് സ്റ്റഡി. നമുക്ക് പഠിക്കാം. ലെറ്റ്സ് വാക്ക്. നമുക്ക് നടക്കാം. അതുപോലെ ലെറ്റ്സ് ഡ്രിങ്ക്. നമുക്ക് കുടിക്കാം. ലെറ്റ്സ് ടോക്ക്. നമുക്ക് സംസാരിക്കാം. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ്, എന്നെക്കൊണ്ട് കഴിയില്ല, എന്നെക്കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല, ഞാൻ ഒരുപാട് സ്ഥാപനങ്ങളിലൊക്കെ ജോയിൻ ചെയ്ത് എന്നിട്ടും എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റോട് ഒഴുക്കോട് കൂടി സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യുക? ഇനി എനിക്ക് സംസാരിക്കാൻ സാധിക്കുമോ? എനിക്ക് നല്ല റെപ്യൂട്ടഡ് കമ്പനിയിൽ ജോലി കിട്ടണമെങ്കിൽ അത്യാവശ്യത്തിന് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയണമല്ലോ. എനിക്ക് യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ എത്തിപ്പെടണമെങ്കിൽ അത്യാവശ്യത്തിന് ഇംഗ്ലീഷ് അറിയണമല്ലോ. എനിക്ക് ഇന്റർവ്യൂവിൽ നല്ല സ്കോർ ലഭിക്കണമെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയണമല്ലോ എന്നുള്ളതൊക്കെ ആലോചിച്ച് വളരെയധികം ദുഃഖത്തിലിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടു നോക്കൂ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയ എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.